ويستفتونك في النساء قل الله يفتيكم فيهن وما يتلى عليكم في الكتاب في يتامى النساء اللاتي لا تؤتونهن ما كتب لهن وترغبون أن تنكحوهن والمستضعفين من البلدان وأن تقوموا لليتامى بالقسط وما تفعلوا من خير فإن الله كان به عليما. ويستفتونك في النساء അവർ താങ്കളോട് സ്ത്രീകളെക്കുറിച്ച് ചോദിക്കുന്നു. ഖുലില്ലാഹു യുഫ്തീകും ഫീഹിൻ, താങ്കൾ പറയുക, അവരുടെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് തീരുമാനം അറിയിച്ചിരിക്കുന്നു. وما يتلى عليكم في الكتاب, അല്ലാഹു ഈ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ മേൽ പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങളും നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരുന്നു. ഫീ യതാമى النساء اللاتي لا تؤتونهن, അനാഥകളായ പെൺകുട്ടികളുടെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ. അല്ലാത്തി ലാ തുഅ്തൂനഹുന്ന മാ കുതിബ ലഹുൻ, അവർക്ക് തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് നൽകുന്നില്ല. വതർഗബൂന അൻ തൻകിഹൂഹുൻ, അവരുടെ വിവാഹ വിഷയത്തിൽ നിങ്ങൾ പ്രത്യേക താൽപര്യം പുലർത്തുകയും ചെയ്യുന്നു. വൽമുസ്തദഅഫീന മിനൽ വിൽദാൻ, നിസ്സഹായരായ കുട്ടികളുടെ വിഷയത്തിലും അല്ലാഹു ഇറക്കിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരുന്നുണ്ട്. വഅൻ തഖൂമൂ ലിൽയതാമാ ബിൽഖിസ്ത്, പ്രത്യേകിച്ചും അനാഥരോട് നിങ്ങൾ നീതിയോടുകൂടി വർത്തിക്കണം എന്ന നിർദ്ദേശവും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. وما تفعلوا من خير فإن الله كان به عليما, നിങ്ങൾ എന്ത് നന്മ പ്രവർത്തിച്ചാലും തീർച്ചയായും അല്ലാഹു അതിനെക്കുറിച്ച് അറിയുന്നവനാണ്. ഇവിടെ നിന്നും ഏതാനും ആയത്തുകൾ വീണ്ടും ഈ സൂറത്തിന്റെ അടിസ്ഥാന വിഷയമായ വൈവാഹിക കുടുംബ സാമൂഹ്യ ജീവിതത്തിന്റെ ഭദ്രതയിലേക്ക്, നന്മ നിറഞ്ഞ അവസ്ഥയിലേക്ക് ആവർത്തിച്ച് മടങ്ങുകയാണ്. പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും ആവർത്തിക്കുന്നെങ്കിൽ അത് വെറും ആവർത്തനമല്ല, ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ്.
ويستفتونك في النساء അനാഥരുടെ വിഷയത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അനാഥർ എന്നാൽ രണ്ട് വിഭാഗമാണ്. ഒന്ന് നമ്മൾ വിചാരിക്കുന്ന അനാഥർ, മറ്റൊന്ന് നമ്മുടെ ഇണകൾ, മാതാപിതാക്കളെ വിട്ടുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ടവരാണ്. അല്ലാഹു തആല ഈ രണ്ട് വിഭാഗത്തോടുമുള്ള കടമകൾ പാലിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഈ സൂറത്തിന്റെ ആരംഭത്തിൽ അനാഥരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഷയം വിശദീകരിക്കുകയുണ്ടായി. ഇത്തരണത്തിൽ മഹാന്മാരായ സഹാബികളിൽ ചിലർ അനാഥരുടെ തന്നെ മറ്റൊരു വിഭാഗമായ സ്ത്രീജനങ്ങളെക്കുറിച്ച്, ഇണകളെക്കുറിച്ച് ചോദിച്ചു. ഖുലില്ലാഹു യുഫ്തീകും ഫീഹിന്ന വമാ യുത്ലാ അലൈകും ഫിൽ കിതാബ്. അല്ലാഹു തആല ഇതിന്റെ മറുപടിക്ക് പകരം മുമ്പ് യതീമുകളുടെ, അനാഥരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തെ ഉണർത്തുകയാണ്. അല്ലാഹു നിങ്ങൾക്ക് സ്ത്രീകളോട് എങ്ങനെ വർത്തിക്കണമെന്ന് ഈ സൂറത്തിൽ പല ഭാഗങ്ങളിലും വിശദീകരിച്ച് തന്നിട്ടുണ്ട്, ഇനിയും തരുന്നതാണ്. وَمَا يُتْلَى عَلَيْكُمْ فِي الْكِتَابِ فِي يَتَامَى النِّسَاءِ. പ്രത്യേകിച്ചും ഈ സൂറത്തിന്റെ ആരംഭത്തിൽ അനാഥരായ പെൺകുട്ടികളുടെ വിഷയത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പടച്ചവൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ സ്ത്രീകളോടുള്ള കടമകളെ നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതീ ലാ തുഅ്തൂനഹുന്ന മാ കുതിബ ലഹുൻ. പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള അനാഥരായ പെൺകുട്ടികളെ വിവാഹം കഴിക്കും. എന്നിട്ട് നിങ്ങൾ അവരോടുള്ള കടമകളും കർത്തവ്യങ്ങളും പാലിക്കുന്നതുമല്ല. പുറത്ത് ഞാൻ അനാഥയെ വിവാഹം കഴിച്ചു എന്ന് എല്ലാവരും അറിയും, പക്ഷെ അവരോടുള്ള കടമകൾ പാലിക്കുന്നതുമല്ല. وَتَرْغَبُونَ أَن تَنكِحُوهُنَّ. ഈ ആയത്തിന് പണ്ഡിതന്മാർ രണ്ട് രീതിയിൽ ആശയം പറയുന്നു. ഒന്ന്, നിങ്ങൾക്കവർ വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല, അവരുടെ സൗന്ദര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ അവരുടെ കയ്യിൽ കുറേ സമ്പത്തുണ്ട്, അതടിച്ചെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത്. മറ്റൊന്ന്, അവരെ വിവാഹം കഴിക്കലുകൊണ്ട് നിങ്ങൾ കുറഞ്ഞ സമ്പത്ത് അവർക്ക് കൊടുത്ത് അവരുടെ സൗന്ദര്യം ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. അവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു, പക്ഷെ അവരോടുള്ള സാമ്പത്തിക ബാധ്യതകൾ നിർവഹിക്കുകയുമില്ല. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം സ്ത്രീകളുടെ സാമ്പത്തിക അവകാശങ്ങൾ സയ്യിദ് ഹസനി അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുഴുവൻ സഹോദരീ സഹോദരന്മാരും വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാധുക്കളായ പെൺകുട്ടികൾ വിവാഹം കഴിക്കും, എന്നിട്ട് അവരോടുള്ള കടമകൾ പാലിക്കുകയില്ല. وَالْمُسْتَوْتَرْغَبُونَ أَن تَنكِحُوهُنَّ وَالْمُسْتَضْعَفِينَ مِنَ الْوِلْدَانِ. അതുപോലെ തന്നെ സാധുക്കളായ കുഞ്ഞുങ്ങൾ, അനാഥരും മഗതികളുമായ കുഞ്ഞുങ്ങൾ നിങ്ങൾ വരെ വിവാഹം കഴിക്കും. അനാഥരുമായ കുഞ്ഞുങ്ങൾ നിങ്ങൾ അവരുടെ കാര്യം ഏറ്റെടുക്കും. പുറത്തെല്ലാം അനാഥ സേവകനെന്നറിയപ്പെടും, പക്ഷേ നിങ്ങൾ അവരോടുള്ള കടമകളൊന്നും പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ സമ്പത്ത് നിങ്ങൾ കൈക്കലാക്കുകയും ചെയ്യും.
വഅൻ തഖൂമൂ ലിൽയതാമാ ബിൽഖിസ്ത്, ഇങ്ങനെയുള്ള അനാഥരോട് നിങ്ങൾ നീതിപൂർവ്വം വർത്തിക്കണമെന്ന് പടച്ചവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇതേ കൽപ്പന തന്നെയാണ് സ്ത്രീ ജനങ്ങളുടെ വിഷയത്തിലും പടച്ചവൻ നിങ്ങളോട് കൽപ്പിക്കാനുള്ളത്. യാ റഹ്മാൻ, ഖുർആൻ എത്ര സൂക്ഷ്മമായും സുന്ദരമായും ശക്തമായും കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഒരു ഭാഗത്ത് ഈ കാര്യത്തെ പാലിക്കുന്നതിൽ നമ്മൾ സമുദായം വലിയ വീഴ്ച വരുത്തുന്നു, മറുഭാഗത്ത് ഇന്ന് സത്യത്തിന്റെ എതിരാളികൾ ഇസ്ലാം സ്ത്രീകൾക്ക് യാതൊരു അവകാശവും നൽകുന്നില്ല എന്ന് പറഞ്ഞ് പ്രചണ്ഡമായ പ്രചാരണങ്ങളും നടത്തുന്നു. എത്ര ആയത്തുകളാ സൂറത്ത് നിസായിൽ കേട്ടത്. ഇവിടെ എന്താ പറയുന്നത്? സ്ത്രീകളോടുള്ള കടമകളെപ്പറ്റി നിങ്ങൾ പറയുന്നോ, നിങ്ങൾ ചോദിക്കുന്നോ? ആ കടമകൾ ഒരു ഭാഗത്ത് വിവരിച്ചിട്ടുണ്ട്. ഇനിയും പറയാം, അനാഥരായ പെൺകുട്ടികളോടും അനാഥരായ ആൺകുട്ടികളോടും എന്തെല്ലാം കടമകളും കർത്തവ്യങ്ങളും പാലിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആ കടമകളും കർത്തവ്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടും പാലിക്കേണ്ടതാണ്, അവരോട് നിർവഹിക്കേണ്ടതാണ്. അവസാനമായി പടച്ചവൻ പറയുന്നു, വമാ തഫഅലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ കാന ബിഹി ബിമാ തഅമലൂന ഖബീറാ വമാ തഫഅലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ കാന ബിഹി അലീമാ. നിങ്ങൾ എന്തെല്ലാം നന്മകൾ പ്രവർത്തിച്ചാലും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ നന്മകളും തീർച്ചയായിട്ടും അല്ലാഹ് പരിപൂർണമായി അറിയുന്നുണ്ട്, പരിപൂർണമായി കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇത് അവസാനമായി വധുവിനോടും വരനോടും ഭർത്താവിനോടും ഭാര്യയോടുമുള്ള നിർദ്ദേശമാണ്. പൊതുജനങ്ങളോടുള്ള സേവന സഹായങ്ങൾ ചെയ്താൽ 10 പേര് കാണും. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം സ്വകാര്യമാണ്. അതുകൊണ്ട് അവരോട് ഞാൻ അക്രമം കാണിച്ച് ആര് കാണാനാണ്? അല്ലെങ്കിൽ അവരോട് ഞാൻ സേവന സഹായങ്ങൾ ചെയ്താൽ ആര് കാണാനാണ്, അറിയാനാണ്? അതുകൊണ്ട് എനിക്ക് എന്ത് ഗുണം? അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിലേ ഗുണമുള്ളൂ. നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും യഥാർത്ഥ കാരുണ്യവാനായ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. വമാ തഫഅലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ കാന ബിഹി അലീമാ. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും, പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും, ഓരോ ഉപകാരങ്ങളും സേവനങ്ങളും നല്ല വാചകങ്ങളും പെരുമാറ്റങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. സഹോദരി, നിങ്ങൾ ഭർത്താവിനോട് പുലർത്തുന്ന ഓരോ നന്ദിയും ഓരോ സ്നേഹവും ഓരോ നല്ല പെരുമാറ്റവും നല്ല വാചകങ്ങളും ഉന്നതനായ പടച്ചവൻ അറിയുന്നുണ്ട്, പടച്ചവൻ മനസ്സിലാക്കുന്നുണ്ട്. യഥാർത്ഥ ഒരൊറ്റ വാചകം തന്നെ നമ്മുടെ ജീവിതം അടിമുടി മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. വീടിന്റെ സ്വകാര്യ മുറിയിൽ എഴുതി വയ്ക്കൻ, അല്ല എന്റെയും നിങ്ങളുടെ നെഞ്ചിൽ എഴുതി വയ്ക്കൻ. വമാ തഫഅലൂ മിൻ ഖൈരിൻ. ഈ ഭാര്യയുമായി ഭർത്താവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഓരോ നന്മകളും തീർച്ചയായും അള്ളാഹു അറിയുന്നുണ്ട്. തിരിച്ചു പറയും, അള്ളാഹു പേടിപ്പിക്കട്ടെ. നിങ്ങൾ അവരോട് കാണിക്കുന്ന ഓരോ തിന്മകളും ക്രൂരതകളും അക്രമങ്ങളും കുത്തുവാക്കുകളും വഴക്കുകളും വയ്യാവേലികളും പടച്ചവൻ അറിയുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതിന്റെ അഭാവമാണ് എന്റെയും നിങ്ങളുടെ ജീവിതം ഇന്ന് അപകടത്തിൽപ്പെടുത്തിയിരിക്കുന്നത്.